നമസ്കാരം. ഉജ്ജയിൻ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ്. അതിനുവേണ്ടി ഭഗവാന് സമർപ്പിക്കുന്നതിനു വേണ്ടി പുഷ്പങ്ങളും മറ്റ് പൂജാ സാമഗ്രികളും ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ഇതൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകണം. മഹാകുംഭമേള ആയതുകൊണ്ട് മാത്രം ഇപ്പോൾ നമ്മൾക്ക് മൊബൈലൊക്കെ അലൗഡാണ്. അല്ലെങ്കിൽ മൊബൈലൊന്നും നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ക്യൂ നിൽക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇതൊരുപാട് റോ ഉണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ വട്ടം കറങ്ങി വേണം പോകാനായിട്ട്. ഇങ്ങനെ പോകുമ്പോൾ കുറേ തിരക്ക് കുറയുകയും ചെയ്യും. മഹാകാളേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂമിക്കടിയിലാണ് എന്ന് പറയാം. നമ്മളിങ്ങനെ ഇറങ്ങിയാണ് പോകുന്നത്. പക്ഷെ നമ്മൾക്കങ്ങനെ തോന്നില്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് തോന്നുക നമ്മളിങ്ങനെ ഒരു കുഴിയിൽ നിന്നാണ് ഇങ്ങനെ കയറി വരുന്നത് എന്ന്. എൻട്രൻസ് ഗേറ്റിൽ നിന്ന് ശ്രീകോവിൽ വരെ ഏകദേശം 1.25 കിലോമീറ്റർ ദൂരമുണ്ട്. എൻ്റെ അനിയത്തി ആദ്യമായിട്ടാണ് മഹാകാളേശ്വർ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വരുന്നത്. ഒരുപാട് റോ ഉണ്ട്. ഭഗവാന്റെ പൂജ ലൈവ് ടെലികാസ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ നടന്ന് ശ്രീകോവിലിനടുത്ത് എത്താറായി. അവന്തികായാം വിഹിതാവതാരം മുക്തിപ്രദാനായ സജ്ജനാനാം അക്കാൽ മൃത്യോഹ പരിരക്ഷണാർത്ഥം വന്ദേ മഹാകാൽ മഹാസുരേഷം. വന്ദേ മഹാകാൽ മഹാസുരേഷം. ജയ് ജയ് മഹാകാൽ. അവന്തികാപുരിയിലെ മഹാരാജാവായ മഹാകാളേശ്വർ മഹാദേവന് മുന്നിൽ നമ്മളെത്തി. ഹര ഹര മഹാദേവ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഒരു നിമിഷം അത്രയേ ഉള്ളൂ. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മളിനി ഓങ്കാരേശ്വർ മന്ദിറിലേക്കാണ് വരുന്നത്. ചെറിയൊരു കയറ്റമുണ്ട്. അത് കയറി വേണം നമ്മൾ വരാനായിട്ട്. നമ്മൾ ചെന്നെത്തുന്നതാണ് ഓങ്കാരേശ്വർ ടെമ്പിളിലേക്ക്. ഇതാണ് ഓങ്കാരേശ്വർ ടെമ്പിൾ. അതായത് താഴെയാണ് ഓങ്കാരേശ്വർ മഹാദേവ് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലാണ് നാഗചന്ദ്രേശ്വർ മഹാദേവ്. ഈ ക്ഷേത്രം നാഗപഞ്ചമി ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ, അല്ലാത്തപ്പോൾ ഒന്നും തുറക്കില്ല. അങ്ങനെയാണ്. മഹാകാളേശ്വര ദർശനം കഴിഞ്ഞു വന്നു. ഓങ്കാരേശ്വര ദർശനവും കഴിഞ്ഞു. ഇനി 2 മിനിറ്റ് ഒന്ന് ഇവിടെ ഇരിക്കണം. ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റെങ്കിലും നമ്മൾ ആ ക്ഷേത്രത്തിൽ ഇരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഓങ്കാരേശ്വര ക്ഷേത്രമാണ്. ഇവിടെ ഒരുപാട് ശിവക്ഷേത്രമുണ്ട്. 84 ശിവക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 84 മഹാദേവ ക്ഷേത്ര സ്വരൂപം. അതിൽ 3-4 ശിവക്ഷേത്രങ്ങൾ ഇവിടെ തന്നെയുണ്ട്. കാരണം ഓരോ തുള്ളി ജലം വീണെടുത്താണ് ശിവക്ഷേത്രം ഉണ്ടായിരിക്കുന്നത്. 84 മഹാദേവ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 84 മഹാദേവ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ആശ ഗീതാ ബാബു. ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ഷേത്ര ദർശനം ഞാൻ അല്പം വിശദമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഇവിടെ വന്ന് ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ക്ഷേത്ര ദർശനം ഇങ്ങനെയെങ്കിലും കാണാമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര വിശദമായിട്ട് കാണിക്കുന്നത്. 2028 ഉജ്ജയിൻ കുംഭമേള വരാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. 2016 കുംഭമേളയിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കുംഭമേളയുടെ സമയത്ത് മൊബൈലും ബാഗും ഒക്കെ അലൗഡാണ്. അല്ലാത്ത സമയത്ത് ചെറിയ പേഴ്സ് നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒന്നും തന്നെ അകത്തേക്ക് കടത്തിവിടുകയില്ല. മൊബൈൽ സൂക്ഷിക്കുന്നതിനായിട്ട് ക്ഷേത്രത്തിൻ്റെ തന്നെ പ്രത്യേക കൗണ്ടറും ഉണ്ട്. അതുകൊണ്ട് മൊബൈൽ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട. ഈ നിൽക്കുന്നത് ജൂണ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇത്രയധികം ശിവക്ഷേത്രങ്ങളുള്ള ഒരു നഗരം അഥവാ ഭൂമിയിൽ മറ്റൊരിടത്തും ഇല്ലായിരിക്കാം. അതുകൊണ്ടാണ് ഉജ്ജയിനിയെ ക്ഷേത്രങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നത്. അവന്തിക നഗരിയിലെ മഹാരാജാവാണ് മഹാകാളേശ്വർ. ഇവിടെ ഒരുപാട് ക്ഷേത്രമുണ്ട്. വേറെ മഹാഗണപതി, ഹർസിദ്ധിമാത. എൻ്റെ ചാനലിൽ ഉജ്ജയിനിയിലെ എല്ലാ ക്ഷേത്രത്തെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ നടന്ന് കാണാനാണെങ്കിലും ഒരുപാട് സ്ഥലമുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുന്നത് മഹാകാൾ കോറിഡോറിലേക്കാണ്. 3-4 വർഷം മുന്നെയാണ് പ്രധാനമന്ത്രി മോദിജി ഇത് ഉദ്ഘാടനം ചെയ്തത്.
അതും ഒരു 3-4 ഏക്കറോളം ഉണ്ട്. അത് നമുക്ക് കാണണമെങ്കിൽ ഒരു 3 മണിക്കൂർ എന്തായാലും വേണം. കാരണം നടന്നു വേണമല്ലോ നമുക്കിത് മൊത്തം കാണാനായിട്ട്. നല്ല വെയിലും ഉണ്ട്. അതോടൊപ്പം എൻ്റെ അനിയത്തിക്ക് ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട് ഇൻഡോറിൽ. അപ്പോൾ അതും അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് വരുവാനായിട്ട്. പിറ്റേന്ന് വെളുപ്പിനാണ് രാജധാനി എക്സ്പ്രസ്. അപ്പോൾ അതിന് പോവുകയും വേണം. തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ മഹാകാളേശ്വര ദർശനത്തിന് എൻ്റെ അനിയത്തിക്ക് ഭാഗ്യമുണ്ടായി. ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞത് തന്നെ തമ്പുരാൻ്റെ മഹാകൃപയാണ്. ഇത് മഹാകാൾ ലോഗ് അഥവാ കോറിഡോർ എന്ന് പറയും. ഇതുപോലെ തന്നെ കാശിയിലുണ്ട് കോറിഡോർ. അതായിരുന്നു ഏറ്റവും ആദ്യത്തേത്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല. ഉജ്ജയിൻ ക്ഷേത്ര ദർശന വീഡിയോയെ പറ്റി നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കുമല്ലോ. നല്ല തിരക്കും നല്ല വെയിലും ഉണ്ട്. ഇത് രാത്രിയിൽ കാണാനാണ് കൂടുതലും രസം. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഉജ്ജയിനിലേക്ക് വരാനാണെങ്കിൽ 2 മണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അതേസമയം ഇൻഡോറിലേക്ക് പോകാനാണെങ്കിൽ 2.5 മണിക്കൂർ വേണം. അപ്പോൾ ഉച്ചഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇൻഡോറിലേക്ക് പോകാനായിട്ട്. അപ്പം ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കമൻറ്റ്, ലൈക്ക്, ഷെയർ മറക്കാതെ ഇട്ടേക്കുമല്ലോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മഹാകാളേശ്വർ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജയ് ശ്രീ മഹാകാൽ.